വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾക്കറിയാലോ എൻ്റെ പ്രൊഫഷൻ ആങ്കറിംഗ് ആണെന്ന്. സോ ഇന്ന് എനിക്കൊരു ആങ്കറിംഗ് വർക്കുണ്ട്. എൻ്റെ വർക്കിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. എൻ്റെ വർക്ക് ട്രിവാൻഡ്രം ശ്രീമൂലം ക്ലബ്ബിലാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ SMCയിലേക്ക് റീച്ച് ആയിരിക്കുകയാണ്. താങ്ക് ഗോഡ് ഇവിടെ ഡെക്കറേഷൻസ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഫൈനൽ റെഫറൻസിന് വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ചൊക്കെ നോക്കിയിരുന്നുള്ളൂ. 4 മണിക്ക് ഇവിടെ എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നും തന്നെ ആകാത്തതുകൊണ്ട് നമുക്ക് അതിനുള്ള സമയം കിട്ടിയിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ആഫ്റ്റർ ഡെക്കറേഷൻ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. വർക്കിന് കുറച്ച് ഡിലേകളുകൊണ്ട് നമുക്ക് അവർ റൂമൊക്കെ സെറ്റാക്കി തന്നെ. ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. അങ്ങനെ റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഹാളിലൊക്കെ കയറുന്ന ചുറ്റിക്കറങ്ങാനേ. അപ്പോഴാണ് നമ്മുടെ ചേട്ടൻ DJക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നത് കണ്ടതേ. ഇവരാണ് കേട്ടോ ഇന്നത്തെ ഡാൻസേഴ്സും ഹോസ്റ്റിംഗ് ഗേൾസും. സോ ഇവരുടെ അടുത്ത് കുറച്ചധികം കുശലൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നപ്പോഴാണ് നമ്മുടെ ചെയർ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വേ എനിക്ക് ഇഷ്ടപ്പെട്ടത്. സോ അത് തന്നെ ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നമ്മളെ സലാഡ് കൗണ്ടറും അതിമനോഹരമായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരാണ് കേട്ടോ നമ്മുടെ സെർവിങ് ബോയ്സ്. സോ അവർക്കൊക്കെ ഒരു ഹായ് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് നടക്കുകയായിരുന്നു കേട്ടോ. അതിമനോഹരമായിട്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഈവനിങ് ഫംഗ്ഷൻ, നമ്മുടെ ഈവൻറ്റ് അടിപൊളിയായിട്ട് അവർ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതിയിട്ട് വീഡിയോ എടുക്കുകയാണേ. അകത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ലൈവോടുകൂടി ചൂടോടുകൂടി നമ്മളെ ചേച്ചി നിന്ന് പഴംപൊരി ഉണ്ടാക്കുകയാണേ. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ചേച്ചി ചെറിയൊരു സ്മൈലൊക്കെ എനിക്ക് തന്ന കേട്ടോ. ലൈവ് പഴംപൊരിയുടെ കൂടെ തന്നെ ലൈവ് ചായ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ ഡാൻസേഴ്സിനെ കണ്ടത്. എന്നാൽ അവർക്കൊക്കെ ഒരു ഹായ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു ഹായ് ഒക്കെ കൊടുത്ത കേട്ടോ. ഈ നിൽക്കുന്ന ആൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേ ഒന്ന് ഷൈ ആയി കേട്ടോ. അവരോടൊക്കെ ബൈ പറഞ്ഞ് ഞാൻ നേരെ പോയത് നമ്മുടെ ജ്യൂസ് കൗണ്ടറിലേക്കാണ് കേട്ടോ. അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജ്യൂസാണ് കേട്ടോ അവർ സെർവ് ചെയ്തത്. പൈനാപ്പിൾ, ഗ്രേപ്സ്, വാട്ടർമെലൺ. അതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്തത് പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ. പൈനാപ്പിൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്നാൽ ഞാൻ വിചാരിച്ചു ഒന്ന് വാട്ടർമെലനും കൂടെ ട്രൈ ചെയ്യുന്നത്. സോ അതും ട്രൈ ചെയ്തു. അങ്ങനെ നോക്കിയപ്പോഴാണ് ചൂട് വാഴയ്ക്കപ്പവും ബജിയൊക്കെ കണ്ടത്. ഇതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ ചിക്കനും പെണ്ണും എത്തി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഒരു ഒറ്റ ഓട്ടോ ആയിരുന്നു സ്റ്റേജിലോട്ട്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഫംഗ്ഷൻ തുടങ്ങാൻ പോവാണ്. ബാക്കി വിശേഷങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും.
ഈ ഒരു ബ്യൂട്ടിഫുൾ ഒക്കേഷൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഏറെ സ്നേഹത്തോടുകൂടിയും ഏറെ ബഹുമാനത്തോടുകൂടിയും നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അനന്തുടെയും അഞ്ജലിയുടെയും ഫാമിലീസിനെ ഈ ഒരു സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. With all your respect, I would like to invite both family. Please come on the stage. വർക്കൊക്കെ ഒരുവിധം ഒതുങ്ങിയപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ഫുഡ് കൗണ്ടറിൽ ചെന്നപ്പോഴോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് എന്ത് കഴിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് കൺഫ്യൂഷൻ നിന്നപ്പോൾ വിചാരിച്ചു എന്നാൽ ചപ്പാത്തിയും വെജ് കുറുമയും മുളക് ചമ്മന്തിയും അതുപോലെ തന്നെ കപ്പ എടുക്കാമെന്ന്. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ കപ്പയും മുളക് ചമ്മന്തി ആട്ടോ ഒരുപാടധികം ഇഷ്ടപ്പെട്ടത്. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കപ്പയും മുളക് ചമ്മന്തിയും. ഇതാണ് ഞാനെടുത്ത ഫുഡ്. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നോക്കുമ്പോൾ ദാ നിൽക്കുന്നത് നമ്മുടെ മാഹിമച്ചൻ ആൻഡ് ഫാമിലി. എന്നാൽ അവരെ കൂടെ ഒന്ന് ഒരു വീഡിയോസ് എടുക്കാമെന്ന് വെച്ചേ. അപ്പോൾ ഫൈനലി നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് ഇനി വീട്ടിൽ പോകണം, റെസ്റ്റ് ചെയ്യണം. ഇതാണ് സീസർ ഹോട്ടൽ. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടിട്ട് നമ്മൾ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇവിടെ നിന്ന് കഴിക്കാറുണ്ടേ. ഈ കാണുന്ന ലുക്കൊന്നും നോക്കണ്ട, എന്തോ ഇവിടുത്തെ ഫുഡിനൊരു പ്രത്യേക രുചിയാണ്. ആസ് യൂഷ്വൽ നമ്മളിന്ന് ഓർഡർ ചെയ്തത് പുട്ടും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ കട്ടൻ ചായയാണ് കേട്ടോ. ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് പുട്ടും ചിക്കൻ കറിയാണ്. ഇതാണ് നമ്മുടെ ഹീറോ സഹദിക്ക. ഈ കടയുടെ മുതലാളിയും ഓളിനോളും ഈക്കയാണ്. അപ്പോൾ നമ്മുടെ കടയുടെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് MC റോഡിൽ കിഴായിക്കുളം കഴിഞ്ഞ് അമ്പലമുക്ക് ജംഗ്ഷന് തൊട്ട് മുന്നേ ആയിട്ടാണ്. ഒരു കാര്യം, നമ്മുടെ ഈ കട 24 മണിക്കൂറും ഓപ്പൺ ആണ്. ഫൈനലി നമ്മളങ്ങനെ വീട്ടിൽ റീച്ച് ആയിരിക്കുകയാണ്. ഇന്നത്തെ വർക്കൊക്കെ ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.